എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പല രീതിയിൽ ബ്രെഡ് ടോസ്റ്റ് കഴിച്ചിട്ടുണ്ടല്ലേ? എന്നാൽ നിങ്ങൾ ഈ രീതിയിലൊരു ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കി കഴിച്ചാൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കും. അത് കുട്ടികളാണേലും വലിയവരാണേലും. എഗ് പപ്സ് ഇഷ്ടമുള്ള എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്. എഗ് പപ്സിൻ്റെ അതേ ടേസ്റ്റിൽ നമുക്ക് ഒരു ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കിയെടുത്താലോ? ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കിയാലോ? ബ്രെഡ് ടോസ്റ്റിന് വേണ്ടി ആദ്യം നമുക്ക് ബ്രെഡ് വേണം. ഞാനിവിടെ ഒരു പാക്കറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 4 പീസ് ബ്രെഡ് ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബ്രെഡിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. 4 സൈഡ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഈ കാണിക്കുന്ന രീതി വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇതിൻ്റെ ഉൾഭാഗം ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുക. നല്ല സ്ക്വയർ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതിൻ്റെ സൈഡ് ഭാഗം ഒന്നും കട്ടായി പോവരുത്. ആ രീതി വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് ഇതിൻ്റെ പുറഭാഗവും അതിൻ്റെ അകഭാഗവും നമുക്ക് വേണ്ടതാണ്. ഞാൻ കാണിക്കുന്ന രീതി തന്നെ അത് കട്ട് ചെയ്ത് മാറ്റുക. ഇതിൻ്റെ സൈഡ് ഭാഗം കണ്ടില്ലയോ? ഈ രീതി വേണം കിട്ടാനായിട്ട്. അതിൻ്റെ ഉൾഭാഗം ഈ രീതിയിലും നമുക്ക് എല്ലാ പീസ് ബ്രെഡും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. ഞാൻ 4 പീസ് ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മുട്ടയാണ്. ഞാൻ 4 മുട്ട ഇവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മുട്ടയൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ വേണം മുട്ട കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഒരു മുട്ട എടുക്കുക, എന്നിട്ട് ഇതിനെ ചെറിയ പീസുകളായിട്ട് ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഒത്തിരി വീതി കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. വൈറ്റ് മാത്രം കട്ടായിപ്പോയി, യെല്ലോ കുറച്ചധികം കട്ടായിപ്പോയെങ്കിൽ യെല്ലോ അതിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്ത് വൈറ്റ് പോർഷനകത്ത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. മുട്ടയെല്ലാം ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ മുട്ട അങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു മസാല വേണം. അതിനുവേണ്ടി ഞാൻ 3 വലിയ സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയ 3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം ഇഞ്ചി. ഇതിനെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം, ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഞാനിതിവിടെ ചോപ്പറിലാണ് അരിഞ്ഞെടുക്കുന്നത്. ചോപ്പറില്ലാത്തവർ കൈ കൊണ്ട് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കുക. സവാള ഈ രീതിയിലാണ് അരിഞ്ഞെടുക്കേണ്ടത്. ഒത്തിരി അങ്ങ് അരിഞ്ഞു പോകുന്ന പോലെ ചോപ്പറിലങ്ങ് അരച്ചെടുക്കരുത് കേട്ടോ. ഈ രീതിയിൽ അരിഞ്ഞെടുക്കുക. ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രൈ പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇത് എണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് നല്ലത് കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ, ആ സവാള അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിനൊന്ന് വഴറ്റിയെടുക്കണം. അതിന് മുമ്പായിട്ട് ഞാൻ ഇതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഇരിക്കുന്ന കറിവേപ്പില വെച്ചാൽ വലിയ തണ്ടാണ്, അതുകൊണ്ട് ഞാനിത് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ ഇരിക്കുന്ന ചെറിയ കറിവേപ്പിലയാണെങ്കിൽ അതുപോലെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ സവാള പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കാരണം ഈ മസാലയ്ക്ക് വേണ്ടി മാത്രമുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പൂടെ ഇട്ട് കൊടുത്ത് നമുക്കിതിനെ വഴറ്റിയെടുക്കാം. ഒത്തിരി ബ്രൗൺ കളറായി വഴണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. സവാളയൊക്കെ നല്ല രീതിയിലൊന്ന് സോഫ്റ്റായി വരണം. അതുവരെ നമുക്കിതിനൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഈ ഒരു പരുവം ആയി വന്നാൽ മതി. ഈ സമയത്ത് തീ അങ്ങ് ഫുൾ കുറച്ച് വെക്കുക. നമുക്കിതിലേക്കുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലോട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും പൊടികൾ ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലതായിട്ട് ഇളക്കിയെടുക്കാം. ഇതിൻ്റെ പച്ച സ്മെല്ല് മാറുന്നവരെ നല്ല രീതിയിൽ നമുക്കിതിനൊന്ന് വഴറ്റിയെടുക്കാം. മസാല ഇവിടെ നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഈ സമയം തീ അങ്ങ് ഓഫ് ചെയ്യുക. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് അങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്ക് എങ്ങനെ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ അതിനുവേണ്ടി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു പീസ് മുഴുവനായിട്ടുള്ള ബ്രെഡ് എടുക്കുക. ഈ ബ്രെഡിലോട്ട് ഒരു സൈഡിൽ കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കുക. ബട്ടർ നല്ല രീതിയിൽ എല്ലാ ഭാഗത്തോട്ടും അങ്ങ് തേച്ച് കൊടുക്കുക. നിങ്ങളുടെ ഈ ബട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ നെയ്യ് ഇതിലോട്ട് തേച്ച് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് ബട്ടർ തേച്ച ഭാഗം താഴെ വരത്തക്ക രീതിയിൽ അത് ഫ്രൈ പാനിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത ബ്രെഡ് ഉണ്ടല്ലോ, അതിൻ്റെ സൈഡ് ഭാഗം ഉണ്ടല്ലോ, ആ സൈഡ് ഭാഗം ഞാൻ ഈ കാണിച്ച രീതിയിൽ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കിനി ഇതിൻ്റെ അകത്ത് വേണം ഇതിൽ മസാല അങ്ങ് വെച്ച് കൊടുക്കാനായിട്ട്. മസാല ഇതിൻ്റെ താഴോട്ടോ സൈഡിലോട്ടോ ഒന്നും പോകാതിരിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ ആ സ്ക്വയർ പോലെ അതങ്ങ് വെച്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ അകത്ത് നിറച്ചതുപോലെ മസാല വെച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. മസാല വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് മുട്ട വെച്ച് കൊടുക്കണം. മുട്ട എത്ര എണ്ണം വെച്ച് കൊടുക്കാൻ പറ്റുമോ അത്ര എണ്ണം വെച്ച് കൊടുക്കുക. 3 4 പീസ് വെച്ച് കൊടുക്കുക. അതാണ് പറഞ്ഞ് മുട്ട കട്ടി കുറച്ച് വേണം നിങ്ങൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഒത്തിരി അങ്ങ് വീതിക്ക് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതങ്ങ് പൊങ്ങിയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ ഇതിലോട്ട് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചീസ് ഇട്ട് കൊടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ചീസ് കയ്യിലുണ്ടെങ്കിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി. പക്ഷേ ചീസൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചീസ് നമ്മുടെ ആവശ്യത്തിന് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. ചീസ് എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ബ്രെഡിൻ്റെ നമ്മൾ ഈ അകത്ത ഭാഗം കട്ട് ചെയ്തെടുത്തില്ലേ, ആ ഭാഗം എടുത്തിട്ട് ആ ഭാഗം ഇതിൻ്റെ അകത്തങ്ങ് അടച്ച് വെക്കുക. കൈ കൊണ്ട് നല്ലതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ ഇത് മുട്ടയൊക്കെ വീതിക്ക് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതുപോലെ പൊങ്ങിയിരിക്കും കേട്ടോ. അടച്ചു കൊടുക്കാൻ പാടായിരിക്കും. എന്നിട്ട് കുറച്ച് ബട്ടർ എടുത്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒന്ന് തേച്ച് കൊടുക്കുക. കാരണം നമ്മൾ തിരിച്ചിട്ട് അതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയാണല്ലോ.
അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബ്രെഡ് ടോസ്റ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ അകത്ത് വെച്ച് ഇതിനെ ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അന്നേരം നിങ്ങൾ തിരിച്ചു വിടേണ്ട, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഫില്ലിംഗ് എല്ലാം വെച്ച് കൊടുത്ത് അടച്ചു കൊടുത്തിട്ട് ബട്ടറൊക്കെ തേച്ച് കൊടുത്ത് നിങ്ങളിതിനെ ടോസ്റ്റ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് തീ മീഡിയത്തിലിട്ട് കൊടുത്ത് ഇതിനെ തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. തിരിച്ചിടുമ്പോൾ ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇത് പൊട്ടിപ്പോകരുത്, ഇളകിപ്പോകാതെ നിങ്ങൾ വേണം ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ സൈഡൊക്കെ നമ്മൾ ഈ മുറിച്ചെടുത്തുകൊണ്ട് തന്നെ ഇളകിപ്പോകും, അതൊന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ബ്രെഡിനെ ഈ സൈഡ് ഭാഗം കട്ട് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാം. അതെങ്ങനെയാണെന്ന് അതും കൂടെ ഞാൻ കാണിച്ചു തരാം. പറഞ്ഞ പോലെ ഒരു മുഴുവൻ ബ്രെഡ് എടുക്കുക, അതിനൊരു സൈഡ് ബട്ടർ തേച്ച് കൊടുക്കുക. ബട്ടർ തേക്കുന്ന ഭാഗം താഴെ വലത്തേക്ക് തിരി ഫ്രൈ പാനിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മളാണെങ്കിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഫില്ലിംഗ് ഉണ്ടല്ലോ, മസാല, ആ മസാല ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുക. പുറത്തൊന്നും പോകാതെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള മുട്ട അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. മുട്ട വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലോട്ട് മസാല ചീസിന് പകരം നിങ്ങൾക്ക് സാധാ ചീസ് വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. ചീസ് എത്രയും ആവശ്യമെന്ന് വെച്ചാൽ അത്രയും വെച്ച് കൊടുക്കുക. എന്നിട്ട് വേറൊരു ബ്രെഡും കൊണ്ട് ഇതിനെ അങ്ങ് അടച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ആ സൈഡിൽ അങ്ങനെ കട്ട് ചെയ്ത് വെക്കാത്തത് കൊണ്ട് തന്നെ മസാല ചീസൊക്കെ വെക്കുമ്പോൾ സൈഡിലൊക്കെ അങ്ങ് പോകും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വെച്ച് കൊടുത്തത് കേട്ടോ. അപ്പോൾ അടുത്ത ബ്രെഡ് എടുക്കുക, അതിൻ്റെ ഒരു സൈഡിൽ ഇതുപോലെ ബട്ടർ തേച്ച് കൊടുക്കുക. ബട്ടർ തേച്ച് കൊടുത്ത ഭാഗം മുകളിൽ വരത്തക്ക രീതിയിൽ അതിനെ അടച്ചു കൊടുക്കുക. അടച്ചു കൊടുത്തിട്ട് ഇതിന് മുമ്പ് പറഞ്ഞ പോലെ തിരിച്ച് മറിച്ചു വിട്ട് നമുക്കിതിനെ ടോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഏത് രീതിയിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പം ഇത് സ്കൂളിൽ കൊടുത്തുവിടാനാണെന്നുണ്ടെങ്കിൽ രാവിലെ നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റി മസാലയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ നിങ്ങൾക്ക് തലേദിവസം വൈകിട്ട് ഇതുപോലെ മസാല ഉണ്ടാക്കി വെക്കാവുന്നതാണ്. അതുപോലെ മുട്ടയും നിങ്ങൾക്ക് പുഴുങ്ങി വെക്കാവുന്നതാണ്. അപ്പോൾ രാവിലെ നിങ്ങൾക്കിത് ചെയ്തെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. പ്രത്യേകിച്ച് ബ്രെഡ് ടോസ്റ്ററൊക്കെ ഉള്ളവർക്കാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം. ഒരുപാട് ഇത് ഇഷ്ടപ്പെടും കേട്ടോ. കാരണം ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പം ഞാൻ ഇത് കട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. ഇതിനെ കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ ഇതിൻ്റെ ഉൾഭാഗം കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഞാനിത് ബ്രെഡ് സൈഡൊന്നും മുറിക്കാതെ മുഴുവനായിട്ട് എടുത്ത ബ്രെഡില്ലയോ, അത് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, എൻ്റെ മസാലയും മുട്ടയും അതുപോലെ ചീസെല്ലാം അവിടെ വരുമ്പോൾ ഉണ്ടല്ലോ, ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ശരിക്കും ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞാൽ നമ്മൾ എഗ് പപ്സ് എങ്ങനെ കഴിക്കുന്നു അതിൻ്റെ അതേ ടേസ്റ്റാണ്. കാരണം നമ്മൾ ഉണ്ടാക്കിയെടുത്ത മസാല എഗ് പപ്സിൻ്റെ അതേ ടേസ്റ്റുള്ള മസാല തന്നെയാണ്. അതിൻ്റെ കൂടെ മുട്ട വരുന്നുണ്ട്, പിന്നെ ചീസ് വരുന്നുണ്ട്. ചീസൊക്കെ നമുക്ക് ഉണ്ടാക്കി മാത്രമേ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, കുട്ടികൾക്കും ഇത് ഇഷ്ടപ്പെടും. സ്കൂളിൽ കൊടുത്തുവിടാൻ നല്ലൊരു ഐറ്റം തന്നെയാണ്. അപ്പം നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണ് എപ്പോഴും പറയുന്ന പോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയോട്ട് ഫ്രണ്ട്സിലോട്ടൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.